കർണാടകയിലെ ഷിരൂരിന് സമീപം കാർവാറിൽ പാലം തകർന്ന് പുഴയിൽ വീണ ലോറി വിജയകരമായി കരയ്ക്കെത്തിച്ചു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം. കാർവാറിലേതുപോലെ ഷിരൂരിലും ദൗത്യം വിജയത്തിലെത്തുമെന്ന് ഈശ്വർ മാൽപ്പെ പ്രതികരിച്ചു. രാവിലെ 10 മണിയോടെ ആരംഭിച്ച ദൗത്യം ഈശ്വർ മാൽപ്പെ ഉൾപ്പെടുന്ന 5-അംഗ സംഘം കാളിനദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയ ശേഷം കരയിൽ സജ്ജീകരിച്ച 5 ക്രെയിനുകളിൽ നിന്ന് ഇരുമ്പ് വടങ്ങൾ ലോറിയിലേക്ക് ഘടിപ്പിച്ചു. തുടർന്ന് ലോറി പതിയെ കരയിലേക്ക്. നദിയിൽ നിന്ന് 200 മീറ്റർ അകലെയുണ്ടായിരുന്ന ലോറിയെ മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ കരയ്ക്ക് കയറ്റി. ദൗത്യ വിജയത്തിൽ ഈശ്വർ മാൽപ്പെ സന്തോഷം പ്രകടിപ്പിച്ചു. നമുക്ക് സപ്പോർട്ടായിട്ടിരുന്ന് ഇവിടെയുള്ള ആൾക്കാർ, ഫിഷർമാൻ ആൾക്കാർ നല്ല നമുക്ക് സപ്പോർട്ട് പണി. പിന്നെ ശ്രേണിയുള്ള ആൾക്കാർ നമുക്ക് സപ്പോർട്ട് പണി. പിന്നെ എന്താ പറഞ്ഞാൽ നമുക്ക് എല്ലാ കൂട്ടുകാർ അതിനായിട്ട് നമുക്ക് ഉള്ള സംസാരിച്ച് ആ കീഴെ പോകുന്ന സമയത്തിൽ സപ്പോർട്ടായി. ഷിരൂരിലും ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുമെന്ന് മാൽപ്പെ സംഘം. അത് 100% ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. ഞങ്ങളുടെ ശ്രമഫലമായി ബാക്കിയൊക്കെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം ഇതിലുണ്ടാവും. അപ്പോൾ ഈ എല്ലാം ചിലപ്പോൾ ഇതിലൊരു സാമ്പിളായിട്ട് എടുത്തോട്ടെ. കാളി നദിക്ക് കുറുകെയുള്ള 40 വർഷം പഴക്കമുള്ള പാലം ഈ മാസം 7-ന് അർദ്ധരാത്രിയാണ് തകർന്നത്. അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി ബാലമുരുകനെ പ്രദേശവാസികൾ സാഹസികമായി രക്ഷിച്ചിരുന്നു. ഷിരൂരിന് സമാനമായ ദൗത്യം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ വിജയം കണ്ടു. കാളി നദിയുടെ അടിത്തട്ടിലുണ്ടായിരുന്ന ലോറി പൂർണ്ണമായും കരക്കെത്തിച്ചു. ഷിരൂരിലും ഇതേ ദൗത്യ വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാർവാറിൽ നിന്നും ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.